അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സർജറി വ്ളോഗാണ്. കേരളത്തിലെ തന്നെ ഫസ്റ്റ് സർജറി വ്ളോഗാണ്. അപ്പോ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസിൽ പറയാറുണ്ട്. അപ്പൊ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത വീഡിയോ സർജറി വ്ളോഗ് ആയിരിക്കും എന്നുള്ളത്. അടിപൊളി വീഡിയോ തന്നെ ആയിരിക്കും. സർജറി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്, അതൊക്കെ 2-3 വിഷ്വൽസ് ഞങ്ങളൊക്കെ നിങ്ങളെ ആഡ് ചെയ്തിട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നീറ്റ് ആസ്പിറൻസ് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും പഠിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു മോട്ടിവേഷൻ ആയിട്ട് മാറും. അടിപൊളി വീഡിയോ തന്നെയാണ്. അപ്പൊ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലൈക്കാണ്. ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടിപൊളി വീഡിയോ തന്നെ ആയിരിക്കും. വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക. ഇത് മറ്റേ നമ്മളെ പുതിയൊരു സർജറി ബ്ലോഗിനാണ്. നമ്മുടെ ഭാഗത്തെ റബിയത്തി ഗൈസ് ലാസ്റ്റ് മാൻ. അറ്റൻഡൻസിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജനറൽ സർജറി. ജിനാനെ ഇനി എന്താ അടുത്ത പരിപാടി? അല്ല അറ്റൻഡൻസ് കിട്ടിയില്ലല്ലോ. ഇവിടെ എടുത്ത് പോണേ. അങ്ങനെ കഴിച്ച് ഞങ്ങൾ പുതിയ ലെക്ചർ ഹാളിലെത്തി. ഇവിടെ ലെക്ചർ ഇതിനാണ്. ഇപ്പോ സർജറി ഇപ്പൊ തുടങ്ങിയിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു അല്ലേ? ഒരാഴ്ച കഴിഞ്ഞോ? ഒരാഴ്ചയായി. അപ്പൊ നമ്മൾ സർജറി ഷെഡ്യൂൾ എങ്ങനെയാണ്? ഇതിനു മുന്നേ മെഡിസിൻ ആയിരുന്നു. സർജറി ഷെഡ്യൂൾ എങ്ങനെയാണ്? കാര്യം നമുക്ക് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ പോലെ 9:30 കൃത്യം 9:30 അറ്റൻഡൻസ് തരുള്ളൂ. ചില ഡിപ്പാർട്ട്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് തരുള്ളൂ ഡെയിലി. ഇത് നേരത്തെ അറ്റൻഡൻസ് കിട്ടും. അപ്പൊ അതിന്റെ എന്താ പറയാ, ഇവിടുത്തെ ഷെഡ്യൂൾ എങ്ങനെയാണ്? 9:00 റിപ്പോർട്ട് ചെയ്യണം. ആദ്യം തന്നെ അറ്റൻഡൻസ് എടുക്കല. സാധാരണ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ അവസാനമായിരുന്നു. അപ്പൊ 9:00 റിപ്പോർട്ട് ചെയ്യണം, അറ്റൻഡൻസ് വാങ്ങുക. അത് കഴിഞ്ഞിട്ട് എവിടെ വാർഡോ ഓട്ടിയോ എവിടെയാന്ന് വെച്ചാ അങ്ങോട്ട് വാർഡില് ഹിസ്റ്ററി ടേക്കിംഗ് അല്ലേ കാര്യമായിട്ട്? അത് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഹിസ്റ്ററി ടേക്കിംഗ് കാര്യം എന്താ വെച്ചാൽ ഞാൻ കുറച്ച് ദിവസമായിട്ട് ലീവ്. ഈ ഫുട്ബോൾ മാച്ച് പിന്നെ അത് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ദിവസം ലീവ്. പിന്നെ കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ അതേമാതിരി തന്നെ പിന്നെ ഓപ്പിൽ എന്താ പരിപാടി? ടീച്ചേഴ്സിന്റെ കൂടെ നിൽക്കുക. ഓപ്പിയില് അവരുടെ കൂടെ ഓരോ കേസ് പഠിക്കലും അവരെ കൺസൾട്ട് ചെയ്യാനും അത് നമ്മൾ കണ്ടു പഠിക്കുന്നു. ഓക്കെ. പിന്നെ ഓട്ടിയിലാകുമ്പോൾ ഓപ്പറേഷൻ തിയേറ്റർ അതിന്റെ വീഡിയോസ് വരുന്നുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ആഡ് ചെയ്യാം. ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ നമുക്ക് ബാക്കി ഡിപ്പാർട്ട്മെന്റിനെ പോലെ നേരത്തെ വിടും. ഒരു 12 ആകുമ്പോഴത്തേക്ക് വിടില്ല. ഇന്നലെ കുറച്ച് ലേറ്റ് ആയി. 12 നോർമലി 12 ആകുമ്പോഴത്തേന് തീരും. നമുക്ക് കണ്ടിന്യൂസ് 7 ആഴ്ച സർജറി. 7 ആഴ്ച സർജറിയാ? പിന്നെ അപ്പൊ നമ്മൾ സാധാരണ ഇപ്പൊ ഒരു മാസം ഉള്ളല്ലോ. ബാക്കിയുള്ളതൊക്കെ ഇനി പീഡിയാട്രിക് ഒക്കെ ഇനി 2 മാസം എക്സ്ട്രാ കിട്ടും. പീഡിയാട്രിക്സ് കഴിഞ്ഞു. പീഡിയാട്രിക്സ് ഇല്ല. ബാക്കി OBG മെഡിസിൻ ഒക്കെ വരും അല്ലേ? ഗൈസ് ഇവിടെ റബി റബി എന്താ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യാനുള്ളല്ലേ? 9 മണിക്ക് സബ്മിറ്റ് ചെയ്യാനുള്ളതാണ്. ക്ലാസ്സിലെ മെയിൻ സെലിബ്രിറ്റി ആണ് റബി. വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾക്ക് നീറ്റ് പ്രെപ്പിന്റെ പുതിയൊരു ബാച്ച് പരിചയപ്പെടുത്തി തരാം. SN 3.0 എന്നാണ് ബാച്ചിന്റെ പേര്. ഓൾ ഇന്ത്യ ക്ലാസ് റൂം ടച്ച് സീരീസ് ആണ്. December 8th ഇത് ആൾറെഡി സ്റ്റാർട്ട് ചെയ്തു. നീറ്റിന്റെ അതേ ഒരു ഫോർമാറ്റിലായിരിക്കും ഈ എക്സാം. 20 ഓഫ്ലൈൻ ക്ലാസ് റൂം ടെസ്റ്റ് സീരീസ് ഉണ്ട് നീറ്റിന്റെ അതേ പാറ്റേണിൽ. അപ്പോൾ നീറ്റിന്റെ നിങ്ങൾക്ക് അതേ റെപ്ലിക്കൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. അത് OMR മെത്തേഡിലായിരിക്കും, പെൻ പേപ്പർ OMR. അതുപോലെ തന്നെ നിങ്ങൾക്ക് 6 ബോണസ് ടെസ്റ്റുകളും ഇതിൽ. അതുപോലെ തന്നെ കസ്റ്റം ടെസ്റ്റ് ജനറേറ്റർ ഉണ്ട്. നിങ്ങൾക്ക് ഫുൾ ലെങ്ത് എക്സാംസ് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ മിനി ടെസ്റ്റ് എക്സാംസ് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ബേബി ടെസ്റ്റ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. എല്ലാ ടെസ്റ്റിന് ശേഷവും നിങ്ങൾക്ക് ഡീറ്റെയിൽ പെർഫോമൻസ് അനാലിസിസ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് BPPs അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വീണ്ടും പ്രോബ്ലം ചെയ്തിട്ട് നിങ്ങളുടെ സ്കിൽസ്, പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് ബൂസ്റ്റ് ആകെ 230+ സെന്റേഴ്സ്. 2024 നീറ്റിൽ 50+ സ്റ്റുഡൻസ് 700 സ്കോറിന്റെ മേലെ ഈ ഒരു പ്രോഗ്രാം വൈസ് കേരളത്തിൽ നിങ്ങൾക്ക് ഒരു SN 3.0 എഴുതാൻ വേണ്ടിയിട്ട് കോട്ടയം, ട്രിവാൻഡ്രം, പാലക്കാട് ആൻഡ് കണ്ണൂർ ഡിസ്ട്രിക്ട്സിലെ ജോയിൻ ചെയ്യാനുള്ള എല്ലാ ഡീറ്റെയിൽസും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ ഡിസ്കൗണ്ടിന്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ചെക്ക്ഔട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കാൻ നീറ്റ് ക്രാക്ക് ചെയ്യാം. റബിയെ റാൻക്ക് മൈക്കലല്ല പ്രശ്നമില്ല. റബിയെ നമ്മളെ മറ്റേ ഇപ്പൊ സർജറി എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് എന്റെ? സർജറി ഇതുവരെ നമ്മൾ ചെയ്ത പോസ്റ്റിങ്ങിൽ ഏറ്റവും നൈസായിട്ട് പോകുന്നതാണ് സർജറി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ OP ബാക്കിയൊക്കെ നമ്മൾ OP വെറുതെ നിൽക്കലിക്കും.
ഇത് നമുക്ക് കുറച്ച് സ്വെല്ലിങ് അൾസർ അങ്ങനെയൊക്കെ ഒന്നുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ് മറ്റേനേക്കാളും. ആ ഒരു വ്യത്യാസം സർജറി. നല്ല OT എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് സർജറിയിൽ. ഞാൻ അന്ന് ലീവിന് OT മെയിൻ ആയിട്ട് പറയാനുള്ള അനസ്തേഷ്യ അത് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതായിരുന്നു. കാരണം അനസ്തേഷ്യന്റെ കുറച്ച് കാര്യങ്ങൾ നിയോസിക്കിനാട്ടിലെ കൊടുത്തത് ഒക്കെ നമ്മളെ എന്താ പറയാ ഫസ്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നതിനും അയാളെ വിളിച്ച് ആളെ ഉണർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം കാര്യങ്ങൾ. അതായത് സാധാരണ ഈ അനസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സമയം എടുത്തു അയാളെ എണീക്കാൻ. അപ്പൊ ശരിക്കും നമ്മൾ തന്നെ പേടിച്ചു പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അത് എണീക്കൂലേ നമുക്ക് തോന്നിപ്പോയി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ ആള് എണീച്ചു നോർമലായി. പിന്നെ മെഡിസിൻസ് കാര്യങ്ങൾ കൊടുക്കുന്നൊക്കെ നമ്മൾ കണ്ടു. അഡ്രിനാലിനും അതുപോലെ നിയോസ്റ്റിക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഒക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യണം. സർജറി പോയതിനു ശേഷമാണ് നമുക്ക് കണ്ടത്. ഗൈസ്, ഞാൻ ഒരാളെ കാണിച്ചു തരാം. വാർഡിൽ വന്നിട്ട് ഹിസ്റ്ററി ഒന്നും എടുക്കാതെ ഇവിടെ റെക്കോർഡ് കംപ്ലീറ്റ് ആക്കുന്ന ഒരു ചെക്കനെ. അൻസാഫ്, ഇത് എന്ത് പരിപാടിയാണ്? ഇന്നെന്താ ഹിസ്റ്ററി എടുക്കില്ല ഇതൊന്നും? പിന്നെ ഞാനൊക്കെ നമ്മളെ ട്രസ്റ്റ് ചെയ്യാ. എന്ത് ഹിസ്റ്ററി നമ്മൾ ഡെയിലി എടുക്കുന്നത്? ആ ഹിസ്റ്ററി ഇന്റതാ കാര്യം, അല്ലാതെ ഹിസ്റ്ററി എടുക്കുന്ന കണ്ടിട്ടില്ല. അപ്പോ നമുക്ക് ഹോസ്പിറ്റലിന്റെ വീഡിയോ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, ലെക്ചർ ഹാൾസ് കുറെ ഉണ്ട്. അപ്പൊ ഇവിടെ ലെക്ചർ ഹാൾസിന്റെ ഷോർട്ടേജ് ഉണ്ട് നമുക്ക് ഇവിടെ. അതുകൊണ്ട് 2 ലെക്ചർ ഹാൾ പുതിയ കിട്ടും. എത്ര ലെക്ചർ ഹാൾ ടോട്ടൽ കിട്ടിയത്? 2 ഉള്ളൂ? അല്ല, 2 ഇവിടെ 2 മേലെയായിട്ട് നമുക്ക് കിട്ടുന്നില്ല. മേലെ ഉണ്ട് 2. അപ്പൊ ഇത് സർജറിക്ക് മാത്രം. പക്ഷെ നമുക്ക് പീഡിയാട്രിക്കും മെഡിസിനൊക്കെ ആയപ്പോ ഇവിടെ ക്ലാസ് ഉണ്ടായല്ലോ. ക്ലാസ് ആണെങ്കിൽ ഇവിടെ എല്ലാ സമയത്ത് ആർക്കും വേണം വെക്കാം. പക്ഷെ അധികവും ഇവിടെ സർജറിയാണ്. അങ്ങനല്ല, നേരെ ശരിക്കും സ്ട്രൈറ്റ് ആക്കാം. ഓക്കെ, ഇനി ഇങ്ങോട്ട് വാ, ഇനി ക്ലാസ് ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇത് റബിയ, ഇതിലിപ്പോ ഇത് കുറവാണ്, അതായത് ചെയേഴ്സ് ഒന്നും ഇപ്പൊ ഇവിടെ ക്ലാസ് നടക്കില്ല. ഇല്ല, ആകെ ഒരു സമയത്ത് ഒരു ലെക്ചറാളെ ഇവിടെ ഇപ്പൊ യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇവിടെ ചെയറും ഇല്ല. നേരെ അപ്പുറത്തുള്ള ലെക്ചറാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നു. ഇവിടെ നമ്മൾ ജസ്റ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഇവിടെ ഈ ഹാള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊജക്ടറും കാര്യങ്ങളൊന്നും ഇല്ല. അതാണ് നമ്മളെ ലെക്ചറാളിന്റെ മെയിൻ പ്രശ്നം. നമുക്ക് പ്രൊജക്ട് ചെയ്യാൻ പറ്റില്ല, PPT പ്രസന്റേഷൻ ഒന്നും പറ്റില്ല. ഇവിടെ ഒരു ബോർഡില്ല. പക്ഷെ ഇപ്പൊ എന്താ വെച്ചാല് മറ്റുള്ളവർക്കൊക്കെ ഫ്രീ അവർക്കൊക്കെ ഇതല്ലേ, ഇപ്പൊ എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓഫല്ല. അപ്പൊ നമുക്ക് മറ്റു ലെക്ചറാളൊക്കെ ഉപയോഗിക്കാം. താഴത്ത് വേറെ ലെക്ചറാളുണ്ട്, പക്ഷെ നമ്മളെ വാർഡിനോട് അടുത്ത് ചേർന്ന് നിൽക്കുന്ന ഇതായതുകൊണ്ട് നമുക്ക് ഇത് നല്ല എളുപ്പത്തിൽ ഉപയോഗിക്കാം. ഞാൻ അടുത്തത് ഇങ്ങോട്ട് വരും. അടുത്ത ലെക്ചർ ഹാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ്. ഇതിലാണ് സാധാരണ ക്ലാസ് ഒക്കെ നടക്കുക. അപ്പൊ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാല് ചെയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പറ്റേ അപ്പൊ ഈ ലെക്ചർ ഹാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ സെറ്റ് ആണ്. പക്ഷെ ഇതിലും ചെയേഴ്സ് തന്നെ ഉള്ളൂ, മറ്റു കാര്യങ്ങളൊന്നുമില്ല. ബോർഡും അതുപോലെ പ്രൊജക്ടറും കാര്യങ്ങളൊന്നും ഇവിടെ നമുക്കില്ല. അത് ഒരു കുറവ് തന്നെയാണ്. പക്ഷെ എന്നാലും നമുക്ക് അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട്. നമ്മൾ മെഡിക്കൽ കോളേജിനെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല സൗകര്യത്തിലുള്ള നല്ല ലെക്ചറുകൾ തന്നെയാണ്. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ഓട്ടിലോട്ടാണ്. അപ്പോൾ ഓട്ടിലോട്ട് പോകുമ്പോൾ അതിനായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ മാസ്കും അതുപോലെ തന്നെ നമ്മൾ അതിനായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വെയർ ചെയ്തിട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. പിന്നെ ചപ്പൽസും കാര്യങ്ങളൊക്കെ അവിടെ മാത്രം യൂസ് ചെയ്യുന്ന ചപ്പൽസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെ OT ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ട്.
ഗൈസ് അങ്ങനെ ഇവിടെ റബിയിൽ വെള്ളം കുടിക്കുന്നുണ്ട്. സിനാനൊക്കെ ഉണ്ട് ഇവിടെ മാസ്കിന്റെ ഇന്നത്തെ എന്താണ് ഇന്നെന്താ വെച്ചാൽ നമ്മള് ഒരു സർജറി ചെയ്ത് കൈ മാത്രല്ല എന്താണ് നമുക്ക് ഇന്നത്തെ ഒരു സർജറി എക്സ്പീരിയൻസ് പറയാനുള്ളത് പ്രേക്ഷകരോട്? മൈക്കില്ല സർജറി ചെയ്യുന്നതിന്റെ ആ ഒരു എന്താ പറയാ എല്ലാ പേരും ഒന്നും തുടക്കം ഇതൊന്നും അറിയില്ല. നമ്മൾ കണ്ട കേസ് സർജറി സർജറി ചെയ്യുന്നതിന്റെ ആ ഒരു കൗണ്യം ക്യാമറമാൻ സിനാൻ. അപ്പോ നമ്മുടെ കൂടെ ഉള്ളത് അതുലാണ്. BSc നഴ്സിംഗ് സെക്കൻഡ് ഇയർ അല്ലേ? സെക്കൻഡ് ഇയർ ആണ്. അതുലാണ് കൊടുങ്ങല്ലൂര്. അപ്പോ നമുക്ക് BSc നഴ്സിംഗിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യം ചോദിക്കാം. അപ്പൊ ഇവനും സർജറി നിങ്ങൾക്ക് ഇത് ഞങ്ങളെ പോലെ പോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ പോസ്റ്റിംഗ് ഉണ്ടല്ലേ? അപ്പൊ ഇപ്പൊ സർജറിയിലാ? ഇപ്പൊ ഞങ്ങൾ സർജറി വാർഡിലാണ്. കുറച്ച് കുട്ടികൾ OT, അതുപോലെ തന്നെ മെഡിക്കൽ വാർഡ്, അങ്ങനെ. അതല്ല, അപ്പൊ ഞങ്ങൾക്കുള്ള പോലെ ഇപ്പൊ ഞങ്ങൾക്ക് ഒരു മാസം സർജറി ആണെങ്കിൽ ഒരു മാസം വേറെ ഡിപ്പാർട്ട്മെന്റ്. നിങ്ങൾക്ക് അതേമാതിരി ആഴ്ചയിലാണ്? ആഴ്ചയിൽ അപ്പൊ നിങ്ങൾ എന്തൊക്കെ ഇവിടെ എടുക്കാറ്? ഞങ്ങളിപ്പോ വന്നു കഴിഞ്ഞാൽ 8 മണിയാകുമ്പോൾ കയറണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മെഡിക്കേഷൻ കൊടുക്കണം. എല്ലാ പേഷ്യൻസ് ആയിട്ട് പരിചയപ്പെട്ട് മെഡിക്കേഷൻ കൊടുക്കണം. എന്നിട്ട് അവരുടെ ഹിസ്റ്ററി കളക്ഷൻ, പണ്ടത്തെ പോലെ ഹിസ്റ്ററി കളക്ഷനും കെയർ പ്ലാനും അങ്ങനെയൊക്കെ സാധനങ്ങൾ എഴുതാം. അത് നിങ്ങൾ എഴുതിയിട്ട് നിങ്ങൾക്ക് കേസ് പ്രസന്റേഷൻ ഉണ്ടോ? അങ്ങനെ പ്രസന്റേഷൻ ഉണ്ട്, ക്ലിനിക്കൽ പ്രസന്റേഷൻ ഉണ്ട്, ഡ്രഗ് പ്രസന്റേഷൻ. അങ്ങനെ ഡ്രഗിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ആ ഡ്രഗിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും സൈഡ് എഫക്റ്റും എല്ലാം പഠിച്ചിട്ട് ടീച്ചർക്ക് കയറ്റിച്ചു. അതല്ല, അപ്പൊ നമുക്ക് ഡോക്ടേഴ്സ് വരിക? നിങ്ങൾക്ക് ഡോക്ടേഴ്സ് അതോ ഹെഡ് ഓക്കെ. പിന്നെ ഇവിടെ ശരിക്കും നമുക്ക് BSc നഴ്സിംഗ് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഒരുപാട് പേരുടെ ഡൗട്ടാണ്. BSc നഴ്സിംഗ് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് സെക്ടറിൽ കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് ഞങ്ങളിപ്പോ LBS സൈറ്റിലാണ് ഇപ്പൊ തുടങ്ങി, അടുത്ത വർഷം തുടങ്ങി നീറ്റ് ആക്കുമെന്ന് പറയുന്നു. പക്ഷെ ആക്കിട്ടോ? ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ടോ? അനൗൺസ് ചെയ്തിട്ട് ഈ LBS വഴിയുള്ള ക്രൈറ്റീരിയ എന്തൊക്കെയാണ്? ഇവിടെ കിട്ടാൻ വേണ്ടി നമുക്ക് എത്ര മിനിമം മാർക്ക്? ഓരോ കാറ്റഗറി അനുസരിച്ചായിരിക്കും മാർക്ക് വരുന്നത്. അത് ചേട്ടൻ നമുക്ക് നല്ല ക്യാൻസർ ഇപ്പോ ഫുൾ A+ ഉണ്ടെങ്കിൽ എന്തായാലും കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പോ കാറ്റഗറി ബേസ് വെച്ചിട്ട് അത് കിട്ടാനും ഏറ്റവും സുഖമാണ്. കാറ്റഗറി ബേസ് പിന്നെ മാക്സിമം നല്ലൊരു മാർക്ക് മാത്രമേ കിട്ടുള്ളൂ അല്ലേ? അപ്പോ നല്ല മാർക്ക് വേണം. +2ന്റെ ബേസിൽ ആയിരിക്കും നല്ല മാർക്ക്. ഓക്കെ. അപ്പൊ ഞാൻ കാര്യം ഇപ്പൊ നിങ്ങൾക്ക് +1ഉം +2ഉം സെപ്പറേറ്റ് ആയിട്ട് ബോർഡ് എക്സാം ആണല്ലോ ഈ സ്റ്റേറ്റ് പഠിക്കുന്നവർക്ക്? CBSE ആണല്ലോ +2ന്റെ എക്സാം മാത്രം. അപ്പൊ നമ്മള് CBSE പഠിക്കുന്ന കുട്ടികൾ എന്താ ചെയ്യണം? +2 മാർക്ക് അപ്ലോഡ് ചെയ്യും. +1 +2 മാർക്ക് അപ്ലോഡ് ചെയ്തിട്ട് കയറാം. അപ്പൊ BSc നഴ്സിംഗിനെ കുറിച്ച് ചെറിയ ധാരണ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഇവർക്ക് ഇതേപോലെ പിന്നെ നിങ്ങൾക്ക് തിയറി ക്ലാസ് ഒക്കെ എപ്പോഴാണ് ഉള്ളത്? തിയറി ക്ലാസ് ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ 8 to 1 ആണ് ഞങ്ങൾക്ക് പോസ്റ്റിംഗ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ് ആണ്, സാധാ പോലെ ക്ലാസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ അറ്റൻഡൻസ് എടുക്കും ഓരോ ഹവറിലും? ഇങ്ങനെ ഇവിടെ അറ്റൻഡൻസ് ഞങ്ങൾ അവിടെ സൈൻ ചെയ്തിട്ട് ഞങ്ങൾ വന്നത് ഇങ്ങോട്ട്. ഓക്കെ. അപ്പൊ പിന്നെ ഇവിടുന്ന് മുങ്ങിയാലോ? പിടിക്കത്തില്ല. ഓക്കെ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇത്ര കാര്യങ്ങളെ പറയാനുള്ളൂ. അപ്പൊ BSc നഴ്സിംഗിനെ കുറിച്ചിട്ട് കുറച്ച് ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 66 അങ്ങനെ സിദ്ദീഖിന് ഇപ്പൊ വീഡിയോയിൽ വരാൻ മാറ്റിയാണ്. അവനിപ്പോ വലിയ സംഭവമാണെന്നൊക്കെ പറയാം. എന്റെ ഡൈമയിലേക്ക് കണ്ടവർക്ക് അറിയാം. ചെക്കന് ഈ PG ഫസ്റ്റ് റാങ്ക് അടിക്കുന്ന പറഞ്ഞത്. അടിക്കോ? സ്റ്റാൻഡേർഡ് കണ്ട് പേടിക്കാനില്ല. സ്റ്റാൻഡേർഡ് നമ്മക്കാൻ പറ്റില്ല. എല്ലാം അപ്പൊ ഇവിടെ സർജറിയിൽ മെയിൻ കേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെയിൻലി അൾസർ ആണ്. ഈ ഒന്നാമത് ഡയബറ്റിക് പേഷ്യൻസ് ആയിരിക്കും വരിക. അപ്പൊ ഇവരുടെ അൾസർ ആണെന്നെങ്കിൽ മാറൂല, അങ്ങനെ ഇങ്ങനെയൊന്നും മാറില്ല, കുറെ കാലം ഉണ്ടാവും. കാര്യം എന്താ വെച്ചാല് ഡയബറ്റിക് ആകുമ്പോ അങ്ങനെയാണ്. പിന്നെ ഉള്ളത് ഹെർണിയാണ്. അപ്പൊ ഞങ്ങൾ ഇന്നലെ ഹെർണിയറിന്റെ സർജറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നാണ്. ഇപ്പൊ ഹെർണിയ ഇതൊക്കെ ഉള്ളത് മേജർ ഓട്ടിയിലാണ്. പിന്നെ മൈനർ ഓട്ടിയിൽ ലൈപ്പോമ, സെബേഷ്യസ് സിസ്റ്റ്, ഇങ്ങനത്തെ കുറച്ച് കണ്ടീഷൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ കൂടുതൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക ഈ മെഡിക്കൽ കോളേജിൽ സർജറി തന്നെയാണ്. കാരണം നമുക്ക് ഒരുപാട് കേസസ്, അതായത് കേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ബാക്കിയുള്ള വാർഡിന്റെയും കാര്യം ഇതിനെ പോലെ ഒന്നല്ല.